കാലിന്റെ മുട്ടിന്റെ ACL ലിഗമെന്റ് ടയർ ആയിട്ട് ആകെപ്പാടെ കൺഫ്യൂഷനിൽ ഇരിക്കുന്ന ആളാണ് നിങ്ങൾ. അതായത് ഇനി സർജറി ചെയ്യണോ അതോ സർജറി ഇല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? എന്നാൽ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, എല്ലാ ACL ലിഗമെന്റുകൾക്കും സർജറിയുടെ യാതൊരുവിധ അത്യാവശ്യവുമില്ല. നിങ്ങൾ പക്ഷെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നിങ്ങളുടെ കാലിന്റെ ഈ ഒരു ലിഗമെന്റ് ടയർ സംഭവിച്ചതിന് ശേഷം എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ കാലിന്റെ മുട്ടിന്റെ സ്റ്റെബിലിറ്റി അഫക്റ്റഡ് ആയിട്ടുണ്ടോ? അതുപോലെ തന്നെ കാലിന്റെ മസിലുകളുടെ സ്ട്രെങ്ത്, ശക്തി എന്തെങ്കിലും തരത്തിൽ അഫക്റ്റഡ് ആയിട്ടുണ്ടോ? അതുപോലെ തന്നെ നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റി ലെവൽ, നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളെ ഈ ഒരു ലിഗമെന്റ് ടയർ ഏതെങ്കിലും തരത്തിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ യാതൊരുവിധ നെഗറ്റീവ് പരമായിട്ടും ഈ ഒരു ലിഗമെന്റ് ടയർ നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സർജറിയുടെ യാതൊരുവിധ അത്യാവശ്യവുമില്ല. അപ്പോൾ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? ശരിക്കും ചെയ്യേണ്ടത് കാലിന്റെ മുട്ടിന്റെ സ്റ്റെബിലിറ്റി കൂട്ടുന്ന അല്ലെങ്കിൽ കാലിന്റെ മസിലുകളുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഗൈഡൻസോട് കൂടിയുള്ള പ്രോപ്പർ റീഹാബിലിറ്റേഷൻ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു പക്ഷേ നിങ്ങളൊരു പ്രൊഫഷണൽ അത്ലറ്റ് ആണ്, നിങ്ങളുടെ ടയറിന്റെ ഗ്രേഡ് അത്ര കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സർജറി തന്നെയാണ് ഓപ്റ്റ് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം ഈ ഒരു ഗൈഡഡ് ആയിട്ടുള്ള ഒരു റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ എക്സസൈസ് ഫോളോ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ആ ഒരു ടയറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. താങ്ക് യു.